അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസർ എന്നാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര്. അസർ എന്നാൽ കാലം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ടൈം, നമ്മളിപ്പോൾ ഉള്ള ടൈം, കാലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي. അസ്ർ എന്നാൽ കാലം. നമ്മൾ സാധാരണ വാവ് ഇവിടെ വൽ അസ്ർ എന്നാണ് പറയുന്നത്. ഇതിൽ ഈ സാധാരണ നമ്മൾ പഠിച്ചിരുന്ന വാവ് എന്ന് വെച്ചാൽ എന്താണ്? ആൻഡ് എന്നാണ് അല്ലേ? പക്ഷെ ഇവിടെ സത്യത്തിന് വേണ്ടി പറയുന്നത് നമ്മൾ വല്ലാഹ് എന്നൊക്കെ പറയൂലേ, അതിൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ അള്ളാഹുവാണ് സത്യം എന്നാണ്. ഇവിടെ അതുപോലെ തന്നെ പറയുകയാണ്, കാലമാണ് കാലത്തെ കൊണ്ട് തന്നെ സത്യം. ഓക്കെ. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ലഫി ഖുസ്ർ, ലഫി ഇൽ തന്നെയാണ്. ഖുസ്ർ എന്ന് വെച്ചാൽ നഷ്ടം, നഷ്ടത്തിൽ തന്നെയാണ്. ലഫി ഖുസ്ർ എന്ന് വെച്ചാൽ നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വ അമിലു സ്വാലിഹാത്തി, എന്ത് അമലു എന്ന് വെച്ചാൽ പ്രവർത്തിച്ചവർ, സ്വാലിഹാത്ത് എന്തായാലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, വതവാസൗ ബിൽ ഹക്കി, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും. തവാസൗ എന്നാൽ പരസ്പരം ഉപദേശിക്കുക എന്നാണ്. വസിയത്തിൻ്റെ മറ്റൊരു രൂപമാണ് തവാസൗ എന്നുള്ളത്. വസിയത്ത് എന്നാൽ ഉപദേശിക്കുക എന്നുള്ളത്. വതവാസൗ ബിസ് സബർ, സബർ എന്ന് വെച്ചാൽ ക്ഷമ, ക്ഷമ പാലിക്കാനായിട്ട് പരസ്പരം ഉപദേശിക്കുക. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. വളരെ സിമ്പിളാണ്. ആകെ 3 ആയത്തേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ വ്യാഖ്യാനം വളരെ അധികമുണ്ട് പല തഫ്സീറുകളിൽ. ഞാനത് വളരെ ചുരുക്കി പറയാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണെന്ന് ആദ്യം പറയുന്നുണ്ട്. എന്നാൽ അതിൽ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. കുറച്ച് പേര് നഷ്ടത്തിലല്ല. അത് ആ കൂട്ടർ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. ഒന്നെന്താണെന്ന് വെച്ചാൽ ഇല്ലല്ലദീന ആമനു, അള്ളാഹുവിൽ വിശ്വസിച്ചവർ, അള്ളാഹുവിൽ കൃത്യമായിട്ട് ഈമാനും തഖ്വയുമുള്ളവർ. ശേഷം അമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. അതായത് വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചിട്ട് തോന്നിയ പോലെ നടന്നാൽ പോരാ. പക്ഷെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സൽക്കർമ്മങ്ങൾ, അല്ലാഹ് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്യുകയും കൂടി വേണം. ഓക്കെ. അത് വതവാസൗ ബിൽ ഹക്ക്, സത്യം പറയുകയും അതോടൊപ്പം തന്നെ സത്യം മറ്റുള്ളവരോട് സത്യം പറയുവാൻ, അല്ലെങ്കിൽ സത്യം കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നതിനാണ് 3ാമത്തെ ആൾക്കാർ, അല്ലെങ്കിൽ 3ാമത്തെ ഗുണം. ഓക്കെ. സത്യം പറയുകയും അതോടൊപ്പം തന്നെ സത്യം കൊണ്ട് മറ്റുള്ളവർ ഉപദേശിക്കുകയും ചെയ്യുക. നീ സത്യം പറയണമെന്നും അല്ലെങ്കിൽ നീ സത്യത്തിനൊപ്പം നിൽക്കണമെന്നും ഉപദേശിക്കുക. ഇതൊക്കെ അതിൽ പെടും. ഓക്കെ. അടുത്ത വതവാസൗ ബിസ് സബർ, ക്ഷമ പാലിക്കുകയും സ്വന്തമായിട്ട് പ്രയാസഘട്ടങ്ങളിൽ ക്ഷമ പാലിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് പ്രയാസഘട്ടങ്ങളിൽ ക്ഷമ ഉള്ളവനാകാൻ വേണ്ടി അവരോട് ഉപദേശിക്കുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങളുള്ളവരായിരിക്കും ലാഭത്തിലാകുക. അതായത് സ്വർഗം ലഭിക്കുക. അതാണ് ലാഭം. നഷ്ടം എന്ന് വെച്ചാൽ നരകം ലഭിക്കുകയാണ് നഷ്ടം, സ്വർഗം ലഭിക്കുകയാണ് ലാഭം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ലോകത്ത്, ഈ ഒരു ഭൗതിക ലോകത്ത് നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക. മറ്റൊന്ന്, സൽക്കർമ്മങ്ങൾ ചെയ്യുക. മറ്റൊന്ന്, സത്യം പറയുകയും അതേപോലെ തന്നെ സത്യം മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ സബർ പാലിക്കുകയും, ക്ഷമ പാലിക്കുകയും മറ്റുള്ളവരോട് ക്ഷമ പാലിക്കാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്യുക എന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ലാഭത്തിലായിരിക്കും എന്നാണ് അല്ലാഹു പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.